ഇന്ന് നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി എങ്ങനെ നിലനിർത്താം എന്ന് നോക്കാം. എപ്പോഴൊക്കെ നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കുന്നു ആ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതിനും കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനും ആക്ഷൻ എടുക്കുന്നതിനും വളരെ അനായാസമായി നമുക്ക് സാധിക്കുന്നു. എപ്പോഴൊക്കെ നമ്മുടെ വൈബ്രേഷൻ വളരെ ലോ ആയിരിക്കുന്നു ആ സമയത്തൊക്കെ നമ്മൾ പരിപൂർണമായും ഡിസ്ട്രാക്റ്റഡും വളരെ കുറച്ച് എനർജി മാത്രം മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുകയും ഒരുപാട് തവണ പല കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പരമാവധി സമയം ഹൈ വൈബ്രേഷനിൽ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ അത്രമാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും, പീസ്ഫുള്ളായിരിക്കും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, നമുക്ക് നല്ല റിസൾട്ടും ലഭിക്കുന്നതായിരിക്കും. ഇതിന് നമ്മൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റ് മുഖ്യമായും വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ശരീരത്തിന് പങ്ക് കുറവാണത്. എന്നാൽ ശരീരം ഉപയോഗിച്ച് നമുക്ക് ഈ വൈബ്രേഷൻ ഹൈ ആക്കി മാറ്റാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒന്ന് പുറത്തു പോകാൻ വിളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി അനുഭവപ്പെടുന്നു. അപ്പോൾ ആ എനർജി നമുക്ക് ലഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്, ശരീരത്തിൽ നിന്നല്ല. അതുപോലെ തന്നെ വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് നല്ല ആഹ്ലാദപരമായ ഒരു വാർത്ത കേൾക്കാനിടയായാൽ നമ്മളുടെ ക്ഷീണം ഉടനടി മാറുകയും ഹൈ എനർജി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിനെ ശരിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ ഈ ഹൈ വൈബ്രേഷൻ ഏത് നിമിഷവും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈ വൈബ്രേഷൻ നമ്മുടെ ബോധമനസ്സുകൊണ്ട് ഒരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ബോധമനസ്സിൻ്റെ സഹായം ആവശ്യമാണ്. പക്ഷേ ഇത് ലഭിക്കുന്നത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുമാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ എത്ര അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, എത്രമാത്രം ചിന്തകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, അത്രമാത്രം നമ്മുടെ വൈബ്രേഷൻ കുറയുകയും ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ എത്രമാത്രം ചിന്തകൾ കുറഞ്ഞു വരുന്ന അവസ്ഥ നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ, മനസ്സിൽ ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് എനർജിയും ശാന്തിയും അനുഭവപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് അബോധ ചിന്തയിൽ നടക്കുന്ന ചിന്തകളുടെ, അബോധ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ എത്രമാത്രം കുറയുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഹൈ വൈബ്രേഷൻ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിനർത്ഥം നമ്മൾ ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതില്ല. അതൊരിക്കലും സാധ്യവുമല്ല. കാരണം മനസ്സിൻ്റെ സ്വഭാവമാണ് ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അബോധ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ചിന്തകളുടെ എണ്ണം നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ, കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ വൈബ്രേഷൻ വളരെ ഹൈ ആയി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നടക്കാനിറങ്ങിയാൽ മനസ്സ് ശാന്തമാവും, ചിന്തകൾ കുറയും. നല്ല സംഗീതം, ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ആംബിയൻ്റ് മ്യൂസിക്, ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ മനസ്സ് ശാന്തമാവുകയും ചിന്തകൾ കുറഞ്ഞു വരികയും ചെയ്യും. അതുപോലെ നല്ല ഹൈ വൈബ്രേഷനുള്ള സ്ഥലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ, ചില പുണ്യസ്ഥലങ്ങളോ മറ്റോ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരികയും ശാന്തിയും എനർജിയും അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ നല്ല പുഷ്പങ്ങളുടെ സ്മെല്ല്, നല്ല ഫ്രാഗ്രൻസ്, ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ആവുകയും ചിന്തകളുടെ ഭാരം കുറയുകയും ചെയ്യും. നല്ല പിക്ചേഴ്സ്, നല്ല സുഹൃത്തുക്കളുമായുള്ള സംഭാഷണം, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് ചെന്നിരിക്കൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കുകയും ചിന്തകളെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏത് സിറ്റുവേഷനിൽ നിന്നാലും നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി നിലനിർത്താൻ സാധിക്കുക
അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം എൻവയോൺമെൻറ്റ് പലപ്പോഴും പല രീതിയിലായിരിക്കാം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ പല സാഹചര്യങ്ങളിലൂടെയും പല എൻവയോൺമെൻറ്റുകളിലൂടെയും പല വ്യക്തികളുടെ ഇടയിലൂടെയൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൈ വൈബ്രേഷൻ നിലനിർത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് പലപ്പോഴും സാധ്യമാവാതെ വരും. അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി നിലനിർത്താനുള്ള പ്രാക്ടീസസുകൾ, ട്രെയിനിങ്ങുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സംസാരിക്കുന്ന ഈ വാക്കുകൾ, ഈ ശബ്ദവും ഈ വാക്കുകളിലേക്കും നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് ഇത് ഒരല്പം സമയം കേട്ടുകൊണ്ടിരുന്നാൽ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൈബ്രേഷൻ വളരെ ഹൈ ആവുകയും നിങ്ങളുടെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ നിലനിൽക്കണമെന്നും മാറ്റങ്ങൾ വരുത്തണമെന്നും പുരോഗതി വേണമെന്നും ആഗ്രഹമുള്ള ആളായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഈ ശബ്ദത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ശബ്ദത്തിൽ തന്നെ, അത് ഈ ശബ്ദമെന്നല്ല, എന്തൊരു കാര്യത്തിൽ നമ്മൾ കുറച്ച് സമയം ക്ഷമയോടെ കേൾക്കാൻ, ക്ഷമയോടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്ന് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ തന്നെ നമ്മളുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുകയും വളരെ റിലാക്സ്ഡ് ആവുകയും നമ്മൾ ഹൈ വൈബ്രേഷൻ നിലനിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്, പുരോഗതിക്കും പ്രോഗ്രസ്സിനും സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനുവേണ്ട ടിപ്സ്, ടെക്നിക്സ്, സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളതായതുകൊണ്ട് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഇവിടെ തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുകയും അതോടൊപ്പം കേൾക്കുന്ന സമയത്ത് തന്നെ പല നല്ല ആശയങ്ങളും പല നല്ല ഐഡിയകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും അതൊക്കെ നോട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഡിയോ നിങ്ങൾ പലതവണ കേൾക്കുക, ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേൾക്കുക. ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്ന് 100% ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയി നിലനിർത്തുന്നതിന് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കുക. ഇനി ഹൈ വൈബ്രേഷൻ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഏത് ആക്ഷൻ, ഏത് പ്രവൃത്തിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇനർഷ്യ സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു ചലനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ചലനത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ മടി എന്നൊക്കെ പറയുന്നത്. ചില ആളുകൾക്കത് കുറച്ച് അധികം ഉണ്ടായിരിക്കാം, കുറച്ചധികം സമയം വേണം. അപ്പോൾ അവരുടെ മടിയുടെ അവസ്ഥ കുറച്ചധികമാണെന്ന് വേണമെങ്കിൽ പറയാം. ചില ആളുകൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് മടിയുണ്ടെങ്കിൽ കൂടിയിട്ടും അവർ ആക്ഷൻ തുടങ്ങുന്നു. അപ്പോൾ അവരുടെ മടിയുടെ അവസ്ഥ വളരെ കുറവാണ്. എല്ലാവർക്കുള്ള ഒരു അവസ്ഥയാണ് മടി അല്ലെങ്കിൽ ഇനർഷ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ. എന്നാൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങി ഒരല്പസമയം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മടി എന്ന അവസ്ഥയെ മറക്കുകയും ആക്ഷനിൽ പരിപൂർണമായും ലയിക്കുകയും നമ്മളറിയാതെ ആ ആക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നമുക്ക് ഹൈ വൈബ്രേഷനിലായിരിക്കുന്ന സമയത്ത് ഈ മടിയുടെ അല്ലെങ്കിൽ ഇനർഷ്യയുടെ അവസ്ഥ വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ അല്പസമയം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഈ ഓഡിയോ ഒന്നും കേൾക്കുന്നില്ല, നിങ്ങൾ കുറച്ച് സമയമായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയ പല വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്നു, പല റീൽസും കണ്ടുകൊണ്ടിരിക്കുന്നു,
പല രാഷ്ട്രീയ ചർച്ചകളും കേട്ടുകൊണ്ടിരിക്കുന്നു, പല ട്രോൾസും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി. പിന്നീട് നിങ്ങൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും നിങ്ങൾക്കതിന് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആ സമയത്ത് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങളപ്പോൾ അവിടെ ലോ വൈബ്രേഷനിലാണ്. അപ്പോൾ ഹൈ വൈബ്രേഷൻ നിലനിർത്തുന്നതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഓഡിയോ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് മുഴുവനായിട്ട് കേൾക്കുക. പിന്നീട് റിപ്പീറ്റഡായിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് വളരെ കാം, വളരെ ഹൈ വൈബ്രേഷൻ, നല്ല എനർജി ഒക്കെ ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്ഷൻ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, ഡ്രീമിലേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് എപ്പോഴെങ്കിലും അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ലോ വൈബ്രേഷൻ ആയിരിക്കുന്ന സമയത്തും ഈ ഓഡിയോ വന്ന് കേൾക്കുക. ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. തുടക്കത്തിൽ ഡിസ്ട്രാക്ഷനൊക്കെ തോന്നും, മനസ്സിൽ പല ചിന്തകളും വരാം. വീണ്ടും മനസ്സിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക, കേൾക്കുക. നിങ്ങൾക്ക് വൈബ്രേഷൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്നതിന്, നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്നതിന് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ലൈഫ്, ഒരു പുവർ ലൈഫ് അതാണ് വേണ്ടതെങ്കിൽ അത്തരം കാര്യങ്ങളായിട്ടുള്ള ഫുൾ ടൈം കംഫർട്ട് സോണിൽ കഴിയുന്ന, ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ്, ഫുൾ ടൈം എൻജോയ്മെൻറ്റ്, ഫുൾ ടൈം ഗോസിപ്പിങ്, ഫുൾ ടൈം കംപ്ലൈനിങ്, അതിലേക്കും നിങ്ങളെ ശ്രദ്ധ തിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ ഇത്തരത്തിലുള്ള ഓഡിയോയിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ സക്സസ്സിലേക്ക്, വിജയത്തിലേക്ക് നയിക്കാൻ 100% സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മളെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയി നിലനിൽക്കുന്നതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഒരു നല്ല കാര്യമാണ് എപ്പോഴും ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക എന്ന്. നിങ്ങളെ വല്ലാതെ ശാരീരികമായി ക്ഷീണിപ്പിക്കാത്ത ചെറിയ ചെറിയ ആക്ഷൻ കൊണ്ട് നിങ്ങളെ ദിവസം മുഴുവൻ നിറയ്ക്കുക. അത് നിങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത വർക്കുകളായിരിക്കാം, ബുക്സ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കാം, വീട്ടിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസമയം നടക്കുന്നതായിരിക്കാം, എഴുതുന്നതായിരിക്കാം, ജേർണലിംഗ് ആയിരിക്കാം, കുറച്ച് മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, പാടുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ദിവസം ഇങ്ങനെ കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസിനെ കൊണ്ട് നിറയ്ക്കുക. ഇങ്ങനെ ആക്ടിവിറ്റീസിനെ കൊണ്ട് നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും. മറിച്ച് കൂടുതൽ മണിക്കൂറുകളോളം നിങ്ങൾ ബെഡിൽ കിടക്കുന്നു, കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു, ബോറടി മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നു, ബോറടി മാറ്റാൻ എൻ്റർടൈൻമെൻറ്റിലേക്ക്, സിനിമ കാണുന്നതിലേക്ക്, തുടർച്ചയായിട്ടുള്ള സിനിമ കാണുന്നതിലേക്ക്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ താണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ഇങ്ങനെ എപ്പോഴും വായിക്കുക, പാട്ട് പാടുക, നടക്കുക, ബുക്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക, റൂം ക്ലീൻ ആക്കുക, ഇതൊക്കെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ? ഇങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ബോറിംഗ് ആയിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അത് നിങ്ങളുടെ ബോധമനസ്സിന് മാത്രമല്ല, നിങ്ങളുടെ അബോധ മനസ്സിന്, അൺകോൺഷ്യസ് സ്റ്റേറ്റിനും വലിയ
പ്രൗഡും അഭിമാനവും സംതൃപ്തിയും നൽകുന്ന ഒരു ഫീലിംഗാണ്. അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസുകൾ നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ എനർജി ലെവൽ, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇതെല്ലാം 10 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അർഹതയുണ്ട് എന്നൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിനെ എത്തിക്കുകയും ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയമൊക്കെ വളരെ ഈസിയായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദിവസവും വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തി, ഒരു വർക്കൗട്ടും ചെയ്യാത്തൊരു വ്യക്തി, ഈ 2 വ്യക്തികളെയും ഒരു കായികമായ ചെറിയൊരു ചലഞ്ചിന് വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം കൂടുതലും ആർക്കായിരിക്കും? തീർച്ചയായും ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ, അബോധ മനസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് നല്ല എനർജി ഉണ്ട് എന്നുള്ള തോന്നൽ അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. മറ്റു വ്യക്തി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന അവസ്ഥ, ബോധമനസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ അഫർമേഷനൊക്കെ ഉപയോഗിക്കാം, ഞാൻ കരുത്തനാണ്, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ. പക്ഷേ അതിൻ്റെ പിറകിലുള്ള അബോധ മനസ്സിൽ അയാളറിയാതെ നടക്കുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഞാനൊരു വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒരു ദിവസം പോലും എക്സസൈസ് ചെയ്യുന്നില്ല, എൻ്റെ ശരീരം വീക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ബോറടിപ്പിക്കുന്ന വർക്കുകൾ, അത് നമ്മുടെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണിപ്പിക്കാത്ത ചെറിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് നിരന്തരം ചെയ്തു നോക്കൂ. ഇത് വലിയ മാറ്റം, പരിവർത്തനം നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ വൈബ്രേഷൻ വളരെ ഹൈ ആക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇതിനർത്ഥം നമുക്ക് എൻജോയ്മെൻറ്റ് വേണ്ട, യൂട്യൂബ് കാണണ്ട, സിനിമ കാണണ്ട എന്നൊന്നുമല്ല. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻ വെക്കണം. നമ്മൾ ബോർഡം ഒഴിവാക്കുന്ന, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് കൃത്യമായിട്ടുള്ള സമയ റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കണം. നിങ്ങൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ കൃത്യമായി അലാറം വയ്ക്കുക, അത് റിങ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് കംഫേർട്ട് സോണിൽ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഏത് ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും അതിന് കൃത്യമായിട്ടുള്ളൊരു സമയക്രമം വയ്ക്കുക. മറ്റുള്ള ആക്ടിവിറ്റീസ്, ബോർഡം ആക്ടിവിറ്റീസിന് നമ്മൾ പ്രത്യേകിച്ച് സമയക്രമം വെക്കണമെന്നൊന്നുമില്ല. കാരണം അത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിനെ, ഇന്നർ സ്റ്റേറ്റിനെ വളർത്തുന്ന ആക്ടിവിറ്റീസാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം അത്തരം ആക്ടിവിറ്റീസ് കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും കൂടുതൽ നിറയ്ക്കേണ്ടതും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി കൃത്യമായ സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കുന്നതും ഏത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നല്ല എനർജി മനസ്സിൽ നിന്നും ലഭിക്കുന്നതാണ്. മനസ്സിൽ നിന്നും അത്തരം എനർജി ലഭിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് പറഞ്ഞതുപോലെ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ലൊരു സുഹൃത്തിൻ്റെ കോൾ വരുമ്പോൾ നമ്മൾ എണീറ്റോളും. അതുപോലെ നമുക്ക് നല്ല സന്തോഷകരമായ വാർത്ത കേൾക്കുന്ന സമയത്ത് എത്ര ശാരീരികമായി ക്ഷീണിച്ചു കഴിഞ്ഞാലും നമ്മൾ തുള്ളിച്ചാടും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് അഥവാ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ എനർജി ഇരിക്കുന്നത്. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നിലനിർത്തുന്നതിന് വ്യായാമത്തിന് വലിയ പങ്കുണ്ട്. നിങ്ങളൊരു മാരത്തോൺ റണ്ണിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ടം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്, എന്തെങ്കിലും ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കല്പം ക്ഷീണം അനുഭവപ്പെടുകയും പക്ഷേ അതിന് ശേഷം അതിൻ്റെ ഇരട്ടിയായിട്ട്
വലിയ ഊർജ്ജം നമുക്ക് ശരീരത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. ആ എനർജി നമ്മുടെ വൈബ്രേഷനെ ഹൈ ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരല്പസമയം ദിവസവും എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അത് വലിയ ഇൻറ്റൻസ് എക്സസൈസ് ആയിക്കൊള്ളണമെന്നില്ല, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആവണമെന്നില്ല, റണ്ണിങ് ആവണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു നടത്തമെങ്കിലും നിങ്ങൾക്ക് 15 മിനിറ്റ് ചുരുങ്ങിയത്. ഞാൻ വ്യക്തിപരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ്, റണ്ണിങ് അല്ലെങ്കിൽ ജോഗിങ്, അങ്ങനെ ചെറിയ തോതിൽ വേർപ്പും അതുപോലെ കിതപ്പും അനുഭവപ്പെടുന്ന എക്സസൈസ് മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവന്ന് ഒരു അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തുടക്കത്തിൽ ചെറിയ തോതിൽ ചെയ്തു തുടങ്ങാം, പിന്നീട് കുറച്ച് ഇൻറ്റൻസാക്കി മാറ്റാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എനർജി, ശരീരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു എനർജി ത്രൂ ഔട്ട് ദ ഡേ പലപ്പോഴും നിലനിർത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിനേക്കാളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ എനർജിയാണ് നമ്മൾ വൈബ്രേഷൻ നിലനിർത്തുന്നത്. പക്ഷേ ശരീരത്തിന് കൊടുക്കുന്ന വ്യായാമം തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ റോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. വളരെയധികം സഹായകരമായിരിക്കും. പിന്നെ നമ്മുടെ ഔട്ട്ഡോറിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. ആളുകളുമായി ജഡ്ജ് ചെയ്യാതെ കണക്റ്റ് ചെയ്യുന്നത്, വിമർശിക്കാതെ ആളുകളുമായി നല്ല ബന്ധം സൃഷ്ടിക്കുന്നത്, ആളുകളുമായി സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ എനർജി വൈബ്രേഷൻ ഹൈ ആയി നിലനിർത്താൻ സഹായിക്കും. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഈ ഓഡിയോ നിരന്തരം കേൾക്കുക. ഞാനിതിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളറിയാതെ തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ റിപ്പീറ്റഡായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഹൈ വൈബ്രേഷൻ നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളറിയാതെ തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നടത്തം, എക്സസൈസ്, ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ നിങ്ങൾ കൊണ്ടുവരും ഈ ഓഡിയോ നിങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ശരീരത്തിൻ്റെ വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിന്തകളാണ് നമ്മുടെ വൈബ്രേഷനെ ഹൈ ആക്കുന്നതും ലോ ആക്കുന്നതും. എത്രമാത്രം ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ക്ഷീണം അനുഭവപ്പെടും. എത്രമാത്രം ചിന്തകൾ കുറഞ്ഞിരിക്കുന്നു, അത്രമാത്രം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഹൈ എനർജിയും ഹൈ വൈബ്രേഷനും പീസും അനുഭവപ്പെടും. അപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നടക്കുന്ന ചിന്തകൾക്ക് കുറവ് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഞാൻ നേരത്തെ നിങ്ങളോട് ഈ ഓഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരിക്കലും ചിന്തകളെ കുറയ്ക്കാൻ സാധിക്കില്ല. എനിക്ക് 10 ചിന്തകളെ പാടുള്ളൂ അല്ലെങ്കിൽ 5 ചിന്തകളെ പാടുള്ളൂ, സാധ്യമല്ല. മറിച്ച് നമ്മളുടെ കോൺഷ്യസ് സ്റ്റേറ്റിനെയും അൺകോൺഷ്യസ് സ്റ്റേറ്റിനെയും ഒരേ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് പരിപൂർണമായും കൊണ്ടുവന്നാൽ ചിന്തകളുടെ ഭാരം വളരെ കുറയുന്നതാണ്. അതിന് ചില പ്രാക്ടീസുകളും ആവശ്യമാണ്. നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വലിയൊരളവ് വരെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നടക്കുന്ന ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അത് നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ടാസ്കുകളിൽ പരിപൂർണ ശ്രദ്ധയോടുകൂടെ ആ ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആ ടാസ്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ചിന്തകൾ വളരെ കുറയും.
നമ്മുടെ ഫോക്കസ് പരിപൂർണമായും ആ ടാസ്കിലേക്കായിരിക്കും. അത് നമ്മൾ പരിപൂർണമായി എൻജോയ് ചെയ്യും. തുടക്കത്തിൽ ബോർഡം ഉണ്ടായിരിക്കാം, പക്ഷേ പിന്നീട് നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും. ആ ഫ്ലോ സ്റ്റേറ്റ് നമ്മളുടെ മനസ്സിൽ നിലനിൽക്കുന്ന സമയത്ത് അതിനെ നമുക്ക് ഹൈ വൈബ്രേഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പുറമെ നടക്കുന്നത്, എന്തൊക്കെ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസാണ് പുറത്ത് നടക്കുന്നത്, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ പരിപൂർണമായും ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമായിരിക്കും. അതിൻ്റെ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ സ്റ്റേറ്റിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസഗതി വളരെ സ്ലോ ആയിരിക്കും. നമ്മുടെ ശരീരവും മനസ്സും വളരെ ശാന്തമായിരിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ സ്മൂത്തായിട്ട്, അതിൽ തടസ്സങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ സ്മൂത്തായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് മാനസികമായിട്ടുള്ളൊരു പ്രതിബന്ധവും തോന്നാതെ നമ്മൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമുക്ക് ഹൈ വൈബ്രേഷൻ എന്ന് പറയുക. ആ ഒരു സ്റ്റേറ്റ് മറ്റുള്ള എന്ത് എൻജോയ്മെൻറ്റ്, എന്ത് എൻ്റർടൈൻമെൻറ്റും, എന്ത് കംഫർട്ട് സോണിലും നമുക്ക് ലഭിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ ഹൈ വൈബ്രേഷൻ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെയധികം പ്രൊഡക്റ്റീവ് ആവുകയും അഭൂതപൂർവമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് നിരന്തരം തുടരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരും. നമ്മുടെ ഫോക്കസ് 10 മടങ്ങ് വർദ്ധിക്കും. നമ്മൾ കൂടുതൽ സന്തോഷവാനാവും, പീസ്ഫുള്ളായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ പ്രവൃത്തി തന്നെയായി മാറും. ഇങ്ങനെ ഹൈ വൈബ്രേഷൻ നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഏത് ടാസ്കും വളരെ ഈസി ആയിരിക്കും, ഏത് ലക്ഷ്യവും ഈസി ആയിരിക്കും, ഏത് പ്രതിബന്ധവും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊരിക്കലും ബാധിക്കില്ല. ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഹൈ വൈബ്രേഷൻ അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ, അതാണ് ഏറ്റവും വിലപ്പെട്ട നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹം. നിങ്ങളുടെ ബുദ്ധിശക്തിയോ ശരീരശക്തിയോ ഭൗതികമായിട്ടുള്ള മറ്റുള്ള അനുഗ്രഹങ്ങളോ ഒന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ അറ്റൻഷനാണ്. നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. ആ പ്രശ്നത്തിലേക്ക് അറ്റൻഷൻ കൊടുത്ത് മനസ്സമ്മർദ്ദം കൂട്ടി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വലിച്ചഴിക്കണം. അത് നിങ്ങളുടെ അറ്റൻഷനാണ് തീരുമാനിക്കുന്നത്. അല്ല, നിങ്ങളുടെ അറ്റൻഷൻ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അച്ചീവ് ചെയ്യാൻ, കൂടുതൽ ഗോളുകൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സന്തോഷവാനായിരിക്കുക. നല്ല നല്ല ടാർഗറ്റുകൾ വെച്ച് അതിനുവേണ്ടി ശ്രമിക്കുക. പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോൾ അതൊരു ഗെയിമിൻ്റെ സ്പിരിറ്റോടുകൂടെ അതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. റിജക്ഷൻസ്, പ്രതിസന്ധികൾ, വിമർശനങ്ങളുണ്ടാകുമ്പോൾ അവയെ വളരെ ലാഘവത്തോടെ തമാശ രൂപത്തിൽ കണ്ട് ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അതിൽ നിന്നും അതിനെ മറികടക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ അറ്റൻഷൻ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇതിനർത്ഥം നിങ്ങളൊരിക്കലും ഇമോഷണലാവില്ല, സങ്കടപ്പെടില്ല, ദേഷ്യപ്പെടില്ല എന്നൊന്നുമല്ല. ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇതിനൊന്നും വലിയ ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കരുത്, വലിയ സമയം നിങ്ങൾ കൊടുക്കരുത്. ഒരല്പസമയം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫ്ലോ സ്റ്റേറ്റ് അഥവാ ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഈ രീതിയിലൂടെ നമുക്ക് പരിശീലനത്തിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല, നിരന്തരം ദിവസവും പ്രാക്ടീസിലൂടെ ഈ തരത്തിലുള്ള സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും
അത് നമ്മളുടെ വ്യക്തിത്വത്തെയും നമ്മളുടെ മാനസികമായിട്ടുള്ള കരുത്തിനെയും കോൺഫിഡൻസും ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഡിയോ പലതവണ കേൾക്കുക. കേൾക്കുന്ന സമയത്ത് ശ്രദ്ധ ഇതിലേക്ക് മാത്രമാവട്ടെ. നിങ്ങൾക്കൊരു നോട്ട് പുസ്തകം വയ്ക്കാം, അതിൽ നോട്ട് എഴുതാം. ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നോട്ട് എഴുതാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നല്ല ആശയങ്ങളും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അതൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സായിട്ട് നിങ്ങൾക്ക് നോട്ടിൽ എഴുതി വയ്ക്കാം. ഈ ഓഡിയോ പരിപൂർണമായും കേട്ടതിന് ശേഷം ആ നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കട്ടെ. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഏത് നിമിഷവും ഹൈ ആയി നിലനിർത്താനും ഹൈ ആയിട്ട് എപ്പോഴും ആ വൈബ്രേഷനിലൂടെ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ ലോ വൈബ്രേഷനിലാണെങ്കിൽ ഈ ഓഡിയോ ഒന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയി ആവുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളും ചെയ്യുക. എങ്കിൽ നല്ല റിസൾട്ടും നിങ്ങൾക്ക് അതോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിയോ റിപ്പീറ്റായിട്ട് കേൾക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് ഇറങ്ങട്ടെ. തീർച്ചയായിട്ടും ഇത് പലതവണ കേൾക്കുമ്പോൾ നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇറങ്ങും. നിങ്ങളറിയാതെ തന്നെ ഈ പ്രവർത്തികളൊക്കെ ചെയ്യും. അത് നിങ്ങളെ ഹൈ വൈബ്രേഷനിൽ നിലനിർത്തും. താങ്ക് യു.